ഹലോ, അസ്സലാമലൈക്കും. സുഹറേ, ഇതെന്താപ്പാ ഇപ്പൊ ഒരു നേരം കെട്ട നേരത്ത് വിളി? വലൈക്കുസലാം. എന്റെ അമ്മീനേ, ഈ ഇതെവിടെയാപ്പാ ഉള്ളേ? അനക്കൊന്നിനും നേരം കിട്ടണില്ലല്ലോ. ഞാൻ അടുക്കള പണിയൊക്കെ ഒന്ന് ഒതുക്കിയപ്പോഴാ നിന്നെ ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചേ. ഞാനും കുറെ നേരമായി ഓരോ പണിയിൽ കുടുങ്ങിക്കിടക്കായിരുന്നു പെണ്ണേ. പറയേ, അതല്ല, ഞാൻ ഈ വോട്ടിന്റെ കാര്യം പറയാനാ വിളിച്ചേ. എലക്ഷൻ അടുത്ത് വരില്ലേ? ഇപ്രാവശ്യം ഈ ആർക്കാ സീല് വെക്കാൻ പോണേ? വല്ല വിചാരമുണ്ടോ? അതിലിപ്പോ എന്താ സൂറേ പുതിയ വിചാരം? നമ്മളെപ്പോഴും ചെയ്യണവർക്ക് തന്നെ കൊടുക്കും. കാരായി രാജനല്ലേ ഇപ്പൊ നിക്കണേ. അപ്പൊ പിന്നെ വേറെ ആരെ നോക്കാനാ? ചാന്റെ അമ്മേ, ഈ നാട്ടിലൊന്നല്ലേ ജീവിക്കണേ? ഞാൻ പറയണതൊന്ന് കേക്ക് പെണ്ണേ. ഈ കാരായി രാജന് നമ്മൾ വോട്ട് കുത്തിയിട്ടിപ്പോ എന്താ കാര്യം? അനക്കറിയോ ആ പഴയ ഫസൽ വധക്കേസിന്റെ വിധി വരാൻ പോവാന്ന്? അതിനിപ്പോ എന്താ? വിധി വന്നോട്ടെ. വോട്ട് ചെയ്ത് ജയിച്ചാ പിന്നെ നമ്മുടെ എം.എൽ.എ ആയില്ലേ. പിന്നെന്തിനാപ്പ പേടിക്കണേ? അതല്ല എന്റെ പൊന്നോ, ഇപ്പൊ നിയമം ഭയങ്കര കടുപ്പാ. ഈ വിചാരിക്കണ പോലെയല്ല കാര്യങ്ങള്. കേസിന്റെ വിധി വന്ന് 2 കൊല്ലം ശിക്ഷ കിട്ടിയാ പിന്നെ അവിടെ ഇരുന്നോലാം കോടതി പറയും. അപ്പത്തന്നെ എം.എൽ.എ തൊപ്പി തെറിക്കും. അല്ല, ജയിച്ച എം.എൽ.എനെ അങ്ങനെ ഒറ്റയടിക്ക് പുറത്താക്കാൻ പറ്റുമോ? പടച്ചോനെ, പറ്റും പെണ്ണേ. ഈ പത്രമൊന്നും നോക്കലില്ലേ? അന്നാ തൊണ്ടിമുതൽ കേസിൽ പെട്ടിട്ട് ആന്റണി രാജുവിന്റെ സ്ഥാനം പോയത് കണ്ടില്ലേ? പിന്നെ ആ യു.പിയിലൊക്കെ ഏതോ അസം ഖാനും അങ്ങേരെ മോനും ഒക്കെ കേസിൽപ്പെട്ട് എം.എൽ.എ സ്ഥാനം പോയി വീട്ടിലിരിപ്പാ. അതുപോലെ മഹാരാഷ്ട്രയിൽനിന്ന് വേറൊരുത്തനും. വിധി വന്നാ പിന്നെ കളി മാറും അമീനെ. ഇതാണിപ്പോഴത്തെ ചട്ടം. ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഞാനിതൊന്നും അറിഞ്ഞില്ല പെണ്ണേ. അപ്പോ കാരായി രാജൻ ജയിച്ചാലും ഈ ഫസൽ കേസിൽ വിധി വന്നാ ചിലപ്പോ രാജിവെക്കേണ്ടി വരുംല്ലേ? അത് തന്നെയാ ഞാനും പറയണേ. കഷ്ടപ്പെട്ട് നമ്മൾ കുത്തിയ വോട്ട് വെറുതെ ആയില്ലേ? അത് പോരാഞ്ഞിട്ട് പിന്നെയും വരും അടുത്ത ഉപതെരഞ്ഞെടുപ്പും ബഹളവും പൈസ ചെലവാക്കലും. എനിക്കെന്തായാലും ഈ വയസ്സാങ്കാലത്ത് വീണ്ടും ഈ പൊല്ലാപ്പനൊന്നും വയ്യ. അത് ഈ പറഞ്ഞത് ശരിയാ. വോട്ട് വെറുതെ കളയാൻ പാടില്ലല്ലോ. എന്നിട്ടിപ്പോ എന്താ നിന്റെ തീരുമാനം? ഈ ആർക്കാ കുത്താൻ പോണേ? എന്റെ തീരുമാനം ഞാൻ ഉറപ്പിച്ചു വേണേ. ഞാൻ എന്തായാലും ഇത്തവണ സാജു കേപ്പിക്കാ വോട്ട് ചെയ്യണേ. യാതൊരു പ്രശ്നവും ഇല്ലാത്ത, കേസൊന്നും ഇല്ലാത്ത മനുഷ്യനാ. പുള്ളിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചാ നമുക്കൊരു ഉറപ്പുണ്ടാവും, ആളവിടെ തന്നെ ഉണ്ടാവുന്ന്. ഇടയ്ക്ക് വെച്ച് രാജിവെച്ചു പോകുന്ന പേടിയൊന്നും വേണ്ടല്ലോ. ഈ പറഞ്ഞപ്പോഴാ ഞാനും ഇതൊക്കെ ആലോചിക്കണേ. എന്തായാലും കാര്യമുണ്ട്. ഞാൻ ഇക്കാനോടും കൂടി ഇതൊന്ന് പറഞ്ഞോട്ടെ. സാജു കേപ്പി ആണെങ്കിൽ പിന്നെ വേറെ വേവലാതിയൊന്നും ഉണ്ടാവില്ലല്ലോ. അതാ നല്ലത്. ഈ എല്ലാരോടും ഇതൊന്ന് പറയ്. ചുമ്മാ വോട്ട് പാഴാക്കരുത്. എന്റെ വോട്ട് സാജു കേപ്പിക്ക് തന്നെ. ഞാനപ്പോ വെക്കാണേ, അടുപ്പത്ത് പാല് തിളയ്ക്കുന്നുണ്ട്. ശരി സുഹറേ, ഈ പോയി പാല് നോക്ക്. ഇക്ക വരുമ്പോ ഞാനിത് സംസാരിക്കട്ടെ. എന്നാ ശരി, അസ്സലാമലൈക്കും. വലൈക്കുസലാം. അപ്പൊ കാണാട്ടോ.